ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആനിവേഴ്സറി ഗിഫ്റ്റ് ചെയ്യുന്നത് നമുക്കിന്ന് കാണാം. റെസിൻ ഒരു ബിസിനസ് കോഴ്സായിട്ട് പഠിക്കണമെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്താൽ മതി. ആരും പറഞ്ഞ് തരാത്ത റെസിൻ്റെ സീക്രട്സുകൾ ഞാൻ ഈ ചാനൽ റിവീൽ ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഇവിടെ സെറ്റ് ചെയ്യണം. ആദ്യം ക്ലോക്ക് ചെയ്യാമെന്നാണ് ഓർത്തത്, പിന്നെ അത് വോൾ ഡെക്കർ ആയിട്ടാണ് ചെയ്തത്. റെസിൻ ലീക്ക് ചെയ്യാതിരിക്കാനാണ്. ബാറ്ററി മാസ്ക്, ഇത് കണ്ണയിൽ വെക്കാൻ, പിന്നെ ഗ്ലൗസ്. ഈ ഗ്ലൗസ് ആകുമ്പോൾ നമുക്ക് 2-3 പ്രാവശ്യം ഉപയോഗിക്കാം. സെലോ ടേപ്പ് പൊട്ടിച്ചേക്കുന്നതാണ്. റെസിനും ഹാർഡ്നറുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 2:1 ആണിത്. ഫോയിൽ പേപ്പറാണ്. ഇതിനുപയോഗിച്ച മാലയിലുള്ള ഫ്ലവറാണ്. ഇത് സൂക്ഷിച്ച് വെച്ചിരുന്നത്. കസ്റ്റമറിന് ഇത് ഒരു വോൾ ഡെക്കറായിട്ട് ചെയ്യാൻ പറഞ്ഞു. അതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. റിംഗ് ജാറിലാണ് നമ്മൾ എടുക്കുന്നത്. 200 ഹാർഡ്നറും 400 റെസിനുമാണ് എടുക്കുന്നത്. ട്രാൻസ്പെറൻ്റ് ആയിട്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ അടപ്പടിച്ച് നമ്മൾ മാറ്റി വെക്കണം. ഈ ഗോൾഡൻ ഫോയിൽ റെസിനിൽ മിക്സ് ചെയ്യണം. ഈ ബബിള് പോകാൻ വേണ്ടി ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒഴിക്കാൻ. അതിനു മുമ്പ് വേണമെങ്കിൽ ഹീറ്റ് ഗണ്ണോ അല്ലെങ്കിൽ ടോർച്ചോ ബ്ലോ ടോർച്ചോ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഫസ്റ്റ് പോറിംഗ് ആണ്. സെക്കൻഡ് ടൈമിൽ 200 റെസിനും 100 ഹാർഡ്നറും മതി. കസ്റ്റമറിൻ്റെ മനസ്സ് മാറിയതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അത് പോകെ നിങ്ങൾക്ക് കാണാം. ഇത് ഒഴിച്ച് ഫുൾ സെറ്റായിട്ട് വേണം അടുത്തത് ഒഴിക്കാൻ. ആദ്യം ക്ലോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് മിഡിലിൽ ഹോള് പോകാതിരിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് പെൻ അതിൻ്റെ മിഡിലിൽ വെച്ചത്. ഫൈനൽ പോറിങ്ങിന് മുമ്പ് കസ്റ്റമറിൻ്റെ ഫോട്ടോ ഫ്രണ്ടും ബാക്കും ലാമിനേറ്റ് ചെയ്ത് അതിൽ ഫിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം ഫൈനൽ കോട്ട് റെസിനും ഹാർഡ്നറും ഇതിൻ്റെ അകത്ത് ഒഴിക്കാൻ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പേൾസ് അറേഞ്ച് ചെയ്ത് വെക്കാം. ഒരു ലെയറായിട്ട് അറേഞ്ച് ചെയ്തിട്ട് വൈറ്റിന് ചുറ്റും ഞാനൊരു 3 ലെയർ വീണ്ടും അറേഞ്ച് ചെയ്തായിരുന്നു. വിനൈൽ സ്റ്റിക്കർ ഫൈനൽ കോട്ട് ഒഴിക്കുന്നതിന് മുമ്പ് അതിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് ലാസ്റ്റ് ഫൈനൽ കോട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാൻ. ഫൈനൽ കോട്ട് നമ്മൾ ഒഴിക്കുകയാണ്. ഇത് ഉണങ്ങുന്നതിന് മുമ്പ് നമുക്ക് വേണ്ട പേൾസുകളൊക്കെ ഈ ഫോട്ടോയ്ക്ക് ചുറ്റും ഇഷ്ടമുള്ള രീതി അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആനിവേഴ്സറി ഗിഫ്റ്റ് വേണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി. 2 ആഴ്ച മുമ്പെങ്കിലും നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യണം കേട്ടോ.